വി.എസ്. സുനിൽകുമാർ മുൻ മന്ത്രി എന്നോടൊപ്പം. വി.എസ്. സുനിൽകുമാർ, ഈ ഒരു വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണെങ്കിലും പുനരധിവാസ പ്രവർത്തനങ്ങളാണെങ്കിലും സത്യത്തിൽ മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളും കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒട്ടനവധി പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് കേരളത്തിലെ ചൂരൽമലയിലും മുണ്ടകയിലും ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും മറ്റു പല കോണുകളിൽ നിന്ന് ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങളതിനെ എതിർക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അതിനെ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ താങ്കളാണെങ്കിലും നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള മുൻകാല അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിരൂക്ഷമായി വിമർശനം നടത്താൻ കഴിയുന്ന ഒന്നും അവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഏറ്റവും മാതൃകാപരമായ രീതിയിൽ മുൻകാലങ്ങളിൽ ഒരിടത്തും നമ്മൾ 2004 ഉണ്ടായിട്ടുള്ള സുനാമി ദുരന്തം, ആ ദുരന്തത്തെ തുടർന്നുണ്ടായിട്ടുള്ള പുനരധിവാസം എവിടെയായിരുന്നു, എങ്ങനെയാണ് നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല ദുരന്തങ്ങളും പല സ്റ്റേറ്റുകളിൽ നടന്നിട്ടുള്ള ദുരന്തം അനുഭവിച്ച ആളുകൾ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഈ ജനുവരി മാസത്തോടുകൂടി 2026 ജനുവരി മാസം 1-ാം തീയതിയോടുകൂടി ഈ വീടുകൾ പൂർണ്ണമായിട്ടും അവർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവിടെ നടക്കുന്ന ഒരു ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ 2-3 മാസം കൂടി എടുക്കും. അതും കൂടെ കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ PMS സലാം ഇവിടെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു വാടക കിട്ടാത്തവരായിട്ട് ഒരുപാട് ആളുകൾ. ആരാണ് വാടക കിട്ടാത്തവരായിട്ട്? ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതിന് സാങ്കേതികമായ കാരണങ്ങളുണ്ടാകും. സാങ്കേതികവും നിയമപരവുമായ കാരണങ്ങളില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് മനഃപൂർവ്വം ഒരാളുടെയും അർഹതപ്പെട്ട ഒരാളുടെയും വാടക അവിടെ തടഞ്ഞു വെച്ചിട്ടില്ല. ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശ്വാസ നടപടികളും സംസ്ഥാന ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം നടത്തേണ്ടതും കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു വീട് തകർന്നാൽ ഇപ്പോൾ കിട്ടുന്നത് 1,20,000 രൂപയാണ്. അതിനേക്കാൾ അപ്പുറത്ത് കൊടുക്കാൻ എവിടെയെങ്കിലും നിയമമുണ്ടോ? പക്ഷെ അവിടെ കൊടുക്കുന്നത് എന്താണ്? അവിടെ വീട് വെക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് 15 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മരണപ്പെട്ടവർക്ക് സംസ്ഥാന ഗവൺമെൻറ് 6 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് നിയമപ്രകാരം എത്രയാണ്? 1 ലക്ഷം രൂപയാണ് ഒരാൾ മരണപ്പെട്ടാൽ കൊടുക്കുന്നത്. അവിടെ 6 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, അതായത് ഒരാൾക്ക് 300 രൂപ വീതം ഒരു കുടുംബത്തിൽ 2 പേർക്കെങ്കിലും ചുരുങ്ങിയത് 1000 രൂപ ലഭ്യമാകുന്ന തരത്തിൽ പുനരധിവാസം പൂർത്തീകരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കുള്ള വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവർക്കുള്ള ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിപ്പോൾ പറയും 700 കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ഇപ്പോൾ 91 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ബാക്കി ചെലവഴിക്കൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് വൈകാൻ തന്നെ കാരണം എന്തായിരുന്നു? 1 കൊല്ലം കഴിഞ്ഞു എന്ന് പറയുന്നതിന് കാരണം എന്തായിരുന്നു? നമ്മുടെ ഈ ദുരന്തമുണ്ടായിരിക്കുന്ന പാവപ്പെട്ട ആളുകളോട് സംസ്ഥാന ഗവൺമെൻറ് ആദ്യമായി അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ദുരന്തം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പുനരധിവാസത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്? ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കണം. ഞങ്ങൾ ഈ സന്നദ്ധ സംഘടനകളുടെയും മറ്റും കൈകളിലേക്ക് കൊടുത്ത് ഞങ്ങളെ അവിടെ ഇവിടെയും മാറ്റി പാർപ്പിക്കുന്നതിന് പകരം ഞങ്ങൾ പഴയതുപോലെയാണ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് ഒരുക്കണമെന്ന് വന്നപ്പോൾ ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഗവൺമെൻറ് ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഒക്ടോബർ മാസത്തിലെടുത്ത തീരുമാനം കോടതി വ്യവഹാരമില്ലാതെ അത് സുഗമമായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 1 കൊല്ലത്തിനകത്ത് തന്നെ ഈ പുനരധിവാസം എല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു വസ്തുതയല്ലേ? ഗവൺമെൻറ് മനഃപൂർവ്വം ഡിലേ വരുത്തിക്കൊണ്ടാണോ? അതല്ല. അതുമാത്രമല്ല, അന്ന് അതിനുശേഷം നടത്തിയിട്ടുള്ള വ്യവഹാരങ്ങളും കോടതി കേസുകൾ സുപ്രീം കോടതി വരെ പോയി ഒക്കെ ചെയ്തതിന് ശേഷമാണ് നിയമത്തിൻ്റെ നൂലാമാലകളെല്ലാം വേർപെടുത്തിയെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെയല്ലേ പോകാൻ കഴിയുള്ളൂ.
നിയമപരമായ മാർഗത്തിൽ കൂടെ മാത്രമേ സർക്കാരിന് ചിലവഴിക്കാൻ കഴിയുള്ളൂ. സർക്കാരിന് ഒരിക്കലും പണം കിഴികെട്ടി കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഓരോ പൈസ കൊടുക്കുന്നതിന് അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടല്ലാതെ, സർക്കാർ രേഖകൾ പരിശോധിച്ചുകൊണ്ടല്ലാതെ സർക്കാരിൻ്റെ ഒരു ചില്ലി പൈസ പോലും ചെലവഴിക്കാൻ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് സാധ്യമല്ല എന്ന് നമുക്ക് അറിയാം. പക്ഷേ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് സാധ്യമാകുന്ന തരത്തിലുള്ള പുനരധിവാസ പ്രക്രിയ അവിടെ നടത്തിയിട്ടുണ്ട്. ഒരു പത്രം നടത്തിയിട്ടുള്ള സർവേയിൽ ഭൂരിപക്ഷം പേരും ആ പുനരധിവാസ പ്രക്രിയകളോട് അവർ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയവരാണ്. ചില ആളുകൾക്ക് ഇതിൻ്റെ വേഗത പോരാ എന്നൊരു അഭിപ്രായം സ്വാഭാവികമാണ്. ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ വേഗത, സംസ്ഥാന ഗവൺമെൻറ് എത്ര വേഗതയിൽ പോയാലും ആ വേഗത അവരെ സംബന്ധിച്ചിടത്തോളം വേഗതയാകില്ല എന്നുള്ളത് മനുഷ്യത്വപരമായി അവർ പറയുന്ന ഒരു കാര്യമാണ്. അതിനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ നമ്മൾ മുൻകാലങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തെ LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് തെറ്റാണ്, തെറ്റായ വഴികളിലൂടെ പോയി അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിൽ ഡിലേ ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത